ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി മെഡിക്കൽ കോഡിംഗ്. ഇന്ന് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ CPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ കോഡിംഗ് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളിത് ഇരുന്ന് കാണാതെ പഠിക്കണം എന്നില്ല. ചിലപ്പോൾ ഈ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടൈം കിട്ടണമെന്നില്ല. ICDയും CPT ഒക്കെ പഠിക്കാൻ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിന് ചിലപ്പം ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ ഒരുവിധപ്പെട്ട മെഡിക്കൽ ടെർമിനോളജി എല്ലാം വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പം പാർട്ട് 1 ആണ്, ഇനി പാർട്ട് 2 ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ കേൾക്കുക. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ആ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ ഓർമ്മ വരും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർഡ് ഡിസ്റ്റൽ മീൻസ് ഓപ്ഷൻ എ മിഡിൽ, ഓപ്ഷൻ ബി ബിലോ, ഓപ്ഷൻ സി ഫാർദസ്റ്റ് ഫ്രം സെൻറ്റർ, ഓപ്ഷൻ ഡി നിയറസ്റ്റ് ടു സെൻറ്റർ. ആൻസർ ഓപ്ഷൻ സി ഫാർദസ്റ്റ് ഫ്രം സെൻറ്റർ. അതായത് ഡിസ്റ്റൽ ആണല്ലേ. അപ്പം ഡിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ഇതിൽ ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ആം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമിൽ എൽബോയും ഹാൻഡും നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, അപ്പം അതിൽ ഏതാണ് ഡിസ്റ്റൽ എന്ന് ചോദിക്കുവാണ്. എൽബോയാണോ അതോ ഹാൻഡാണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്താണ് ആൻസർ? ഹാൻഡ് ആയിരിക്കും ഡിസ്റ്റൽ. കാരണം എന്താണ്, നമ്മുടെ ബോഡിയുടെ സെൻറ്ററിൽ നിന്നും അതാണ് കുറേയും കൂടി ദൂരത്തേക്ക് പോയിട്ടുള്ളത്. അപ്പം ഇനി അതേപോലെ തന്നെ ഡിസ്റ്റലിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? പ്രോക്സിമൽ. അപ്പം പ്രോക്സിമൽ എന്തായിരിക്കും? നിയറസ്റ്റ് ടു സെൻറ്ററാണ്. അപ്പം ഇതേ ക്വസ്റ്റ്യൻ നിയറസ്റ്റ് ടു സെൻറ്ററിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? പ്രോക്സിമൽ ഏതായിരിക്കും? ഹാൻഡ് ആയിരിക്കുമോ എൽബോ ആയിരിക്കുമോ? എൽബോ ആയിരിക്കും പ്രോക്സിമൽ. കാരണം അത് കുറച്ചും കൂടി നിയറസ്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് ആ ഒരു ഡിസ്റ്റലിൻ്റെയും പ്രോക്സിമലിൻ്റെയും കൺസെപ്റ്റ്. ചിലപ്പോൾ എക്സാമിന് എനിക്ക് തോന്നുന്നു ചിലപ്പം CPC എക്സാമിന് ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ബോഡി പാർട്ട് തന്നിട്ട് ഇതിലേതാണ് ഡിസ്റ്റൽ എന്നായിരിക്കും ചിലപ്പം ചോദിക്കുക, അല്ലെ ഇതിലേതായിരിക്കും പ്രോക്സിമൽ എന്നായിരിക്കും ചോദിക്കുക. അപ്പം നമുക്കിതിൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ കമ്പൈനിങ് ഫോം സാൽപിംഗോ മീൻസ്? എ ഫലോപ്പിയൻ ട്യൂബ്, ബി ബ്രസ്റ്റ്, സി ഓവറി, ഡി യൂട്രസ്. ആൻസർ ഓപ്ഷൻ എ fallopian tube. Third question, what does the root word lip or mean? Option A fat, option B tongue, option C blood, and option D skin. Answer option A fat. Fourth question, prefix ad means option A backward, option B toward, option C away, and option D close. Here answer option B toward. അപ്പം അഡ് എന്ന് പറയുമ്പോൾ ടുവേർഡ്. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അബ്ബാണ്. അഡിൻ്റെ ഓപ്പോസിറ്റ് അബ്ബ്. അതെന്ന് പറയുന്നത് എവേ ഫ്രം ആണ്. ഓക്കെ, അഡ് ടുവേർഡ്സും അബ്ബ് എവേ ഫ്രമുമാണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ കമ്പൈനിങ് ഫോം masto or mamo means? Option A breast, option B ovary, option C newborn, option D uterus. Answer option A breast. എനിക്ക് തോന്നുന്നു ഇത് മാമോ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ചിലപ്പോൾ മാസ്റ്റോ കാണുമ്പം ചിലപ്പം ഒന്ന് കൺഫ്യൂസ് ആയിരിക്കും. മാസ്റ്റോയും മാമോയും ബ്രസ്റ്റ് തന്നെയാണ്. മാമോഗ്രാം ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മാമോ ഓർമ്മ വരും. അപ്പം മാസ്റ്റോയും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ, medical term emesis means? Option A pus, option B vomiting, option C flow, and option D fatigue. Answer option B vomiting. Seventh question, word proct or denotes? Option A muscle, option B rectum, option C small intestine, option D vagina. Answer option B rectum. Eighth question, the term
and or means. Option A, over. Option B, equal. Option C, outside. And option D, within. Answer option D, within. 9th question, inflammation of the brain. Option A, arthritis. Option B, bursitis. Option C, encephalitis. And option D, mucositis. Answer option C, encephalitis. ഇവിടെ ഐറ്റിസ് എന്നൊരു വേർഡ് നമുക്കറിയാം. ഐറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനാണ്. അപ്പം ആർത്രൈറ്റിസ് എന്താണ്? ജോയിൻസിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ. അപ്പം അങ്ങനെ ഈ ഐറ്റിസ് എന്നുള്ളതും ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ വരുന്നൊരു വേർഡാണ്. അപ്പം അതും കൂടി പഠിച്ചു വെക്കുക. ഐറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ. ഓക്കെ, 10th question, the word megal describes. Option A, pain. Option B, enlarged. Option C, movement. And option D, disease. Answer option B, enlarged. 11th question, instrument used for viewing the uterus. Option A, arthroscope. Option B, laparoscope. Option C, hysteroscope. Option D, colonoscope. Here answer option C, hysteroscope. ഈ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് നമുക്കറിയാം. അപ്പം അതെല്ലാം എന്തിനൊക്കെ ഉള്ളതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുറേയൊക്കെ മെഡിക്കൽ ടെർമിനോളജീസ് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം തന്നെ ആർത്രോസ്കോപ്പ് നമുക്ക് കാണുമ്പം തന്നെ അതെന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കൊളോണോസ്കോപ്പ്, അപ്പം അതെന്തിൻ്റെയാണ്? കോളൻ വ്യൂ ചെയ്യാനുള്ളതാണ്. ആർത്രോസ്കോപ്പ് അതെന്തിനുള്ളതാണ്? നമ്മുടെ ജോയിൻ്റ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ലാപ്രോസ്കോപ്പ് അറിയാമല്ലോ, നമ്മുടെ അബ്ഡോമൻ. അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 12th question, the word entero means. Option A, intestine. Option B, ear. Option C, rectum. Option D, liver. Answer option A, intestine, എസ്പെഷ്യലി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എൻട്രോ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. ഇനി ഇൻറ്റസ്റ്റൈൻ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ടെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. 13th question, straightening of a joint called. Option A, flexion. Option B, abduction. Option C, rotation. Option D, extension. Answer option D, extension. ഇത് ജോയിൻ്റ് നമ്മൾ ഇങ്ങനെ നിവർക്കുമ്പം അത് എക്സ്റ്റെൻഡ് ആവല്ലേ, അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ മസ്കോസ്കെൽറ്റനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെഡിക്കൽ ടെർമിനോളജീസ് ഉണ്ട്. അപ്പം അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. ഈ ഫ്ലെക്ഷൻ, അബ്ഡക്ഷൻ ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രമല്ല, നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണെന്നത് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th question, ഓസ്റ്റമി മീൻസ്. ഓപ്ഷൻ എ, സർജിക്കലി ക്രിയേറ്റ് ആൻ ഓപ്പണിംഗ്. ഓപ്ഷൻ ബി, സർജിക്കൽ റിമൂവൽ. ഓപ്ഷൻ സി, കട്ടിങ് ഇൻ ടു. ആൻഡ് ഓപ്ഷൻ ഡി, സർജിക്കൽ ഫിക്സേഷൻ. ഹിയർ ആൻസർ ഓപ്ഷൻ എ, സർജിക്കലി ക്രിയേറ്റ് ആൻ ഓപ്പണിംഗ്. അപ്പം ഈ നമ്മളിത് മെഡിക്കൽ കോഡിങ് പഠിക്കുമ്പം തന്നെ പഠിച്ചു തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ എക്ടമി, ഓസ്റ്റമി, ഓട്ടമി. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുമാണ്. അപ്പം ഇവിടെ ഓസ്റ്റമിയാണ്. ഓസ്റ്റമി എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് ഓപ്പണിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റമി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഓട്ടമി ഉണ്ട്. ഓട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കട്ടിങ് ഇൻ ടു, അതായത് ഒരു ഹോളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രക്കിയോട്ടമി എന്നൊക്കെ പറയില്ലേ, അത്. ഇനി എക്ടമി ആണെങ്കിലോ സർജിക്കൽ റിമൂവലാണ്. അപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മളതിനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയുവാണ്. ഇപ്പം ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്ത് കളയുവാണ്, അല്ലെങ്കിൽ അപ്പൻഡൈറ്റിസ്, അപ്പോൾ അത് അപ്പൻഡിക്സ് റിമൂവ് ചെയ്ത് കളയുവാണെങ്കിലാണ് നമ്മൾ
എക്ടമി, അപ്പൻഡെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്ടമി. ഓസ്റ്റമി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ സർജറി കഴിഞ്ഞ ആൾക്കാർക്കോ എന്തെങ്കിലുമൊക്കെ റിമൂവലൊക്കെ, എസ്പെഷ്യലി നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ളവർക്ക് വേസ്റ്റൊക്കെ പോവാനും ഒക്കെ ആയിട്ട് ഒരു ബാഗോ പൗച്ചോ ഒക്കെ വെക്കാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനൊരു ട്യൂബൊക്കെ ഇട്ട് കളയാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഓസ്റ്റമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടമി ആണെങ്കിലോ, ഓസ്റ്റമിയും ഓട്ടമിയും തമ്മിൽ എസ്സിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓസ്റ്റമി എന്ന് പറയുന്നത് നമ്മൾ പെർമനൻ്റായിട്ട് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓസ്റ്റമി, അതിനകത്ത് എസ് ഉണ്ട്. ഇനി ഓട്ടമി ആണെങ്കിലോ ഒരു കട്ട്, അതായത് ഇപ്പം ഈ നമ്മൾ നെക്കിലൊക്കെ ജസ്റ്റ് ഒരു ട്യൂബ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഇടുന്ന ഒരു ചെറിയൊരു കട്ടാണ് ഓട്ടമി. ഓക്കെ. Then next question, 15th question, surgical removal of the stomach. അപ്പോൾ നമ്മളിപ്പം പഠിച്ചു, എക്ടമി ഓട്ടമി ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് അത് വെച്ചിട്ട് തന്നെ ആൻസർ എടുക്കാൻ പറ്റും. ഹിയർ ഓപ്ഷൻ എ കൊളോസ്റ്റമി, ബി നെഫ്രോപെക്സി, സി തൊറാക്കോട്ടമി, ഡി ഗ്യാസ്ട്രക്ടമി. ആൻസർ ഓപ്ഷൻ ഡി ഗ്യാസ്ട്രക്ടമി. ഉണ്ടോ, എക്ടമിയാണ്, അതായത് റിമൂവ് ചെയ്ത് സ്റ്റൊമക്ക് ആയതുകൊണ്ടാണ് ഗ്യാസ്ട്ര എന്നുള്ളത് വന്നത്. ഓക്കെ. ദെൻ 16th question, the word hypo means ഓപ്ഷൻ എ above, ഓപ്ഷൻ ബി slow, ഓപ്ഷൻ സി outward, ഓപ്ഷൻ ഡി below. ആൻസർ ഓപ്ഷൻ ഡി below. 17th question, the suffix synthesis means option A surgical puncture, option B cutting into, option C to suture, option D surgical repair. Answer option A surgical puncture. ഈ സിന്തസിസ് എന്താണ്? അതൊരു ഫ്ലൂയിഡ് റിമൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പങ്ക്ചറാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ. കട്ടിങ് ഇൻറ്റു നമ്മൾ മുമ്പേ പഠിച്ചായിരുന്നു, ഓട്ടമിയാണ് കട്ടിങ് ഇൻറ്റു, അതായത് ട്യൂബൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇടുന്നത് ഓട്ടമിയാണ്. അതും സിന്തസിസും കൂടി കൺഫ്യൂസ് ആവരുത്. ഇതെന്ന് പറഞ്ഞാൽ സിന്തസിസ് എന്ന് കണ്ടാൽ ഓർമ്മ വരേണ്ടത് പങ്ക്ചർ എ ക്യാവിറ്റി ടു റിമൂവ് ഫ്ലൂയിഡാണ്. ഓക്കെ. 18th question, the word arthro defines A muscle, B joint, C bone, D shoulder. Answer option B joint. 19th question, the suffix algia is A treatment, B abnormal condition, C condition of pain, and D fear. Answer option C condition of pain. ഫോബിയാണ് ഫിയർ, ഇത് ആൽജിയാണ്, ന്യൂറാൾജിയ എന്നൊക്കെ പറയുന്നതിൻ്റെ തൊട്ട് പെയിനിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20th question, plantar denoting the word, option A sole, option B palm, option C thumb, and option D finger. Answer option A sole. 21st question, what does the term cystopexy mean? Option A inflammation of the spinal cord and brain, option B surgical fixation of the urinary bladder, option C surgical suture of the knee joints, and option D crushing procedure to remove cyst. Answer option B surgical fixation of the urinary bladder. ഇവിടെ നോക്കൂ, ഓപ്പെക്സി എന്ന് പറഞ്ഞാൽ സർജിക്കൽ ഫിക്സേഷനാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം തന്നെ നമുക്ക് ആൻസർ സർജിക്കൽ ഫിക്സേഷൻ കിട്ടി. ഇപ്പോൾ ഇതിന് നോക്കാമെങ്കിൽ ആകെ സർജിക്കൽ ഫിക്സേഷൻ വരുന്നത് യൂറിനറി ബ്ലാഡർ മാത്രമാണ്. ഇനി അഥവാ വേറൊരു സർജിക്കൽ ഫിക്സേഷനും ഉണ്ടെങ്കിൽ പോലും സിസ്റ്റ് കാണുമ്പോൾ നമുക്കറിയാം സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്ലാഡർ, അപ്പം സർജിക്കൽ ഫിക്സേഷൻ ഓഫ് ദി യൂറിനറി ബ്ലാഡർ. ഓക്കെ.
Then next question, question number 22. The word ought or is option A eyes, option B tongue, option C teeth, and option D ear. Answer option D ear. Question number 23. The word adenome means option A cell, option B blood, option C bone, option D gland. Answer option D gland. Question number 24. Suffix plegia is option A paralysis, option B formation, option C discharge, and option D narrowing. Answer option A paralysis. Question number 25. Suffix phagia is option A condition of pain, option B enlarged, option C dilation, option D eating or swallowing. Answer option D eating or swallowing. ഇത് ഈ ഫാഗിയ എന്നുള്ളതിനകത്തിലൊരു ഡിസ്സും കൂടി വന്നാൽ ഡിസ്ഫാഗിയ ആകുമ്പോൾ അതെന്താവും ഡിഫിക്കൾട്ട് ഈറ്റിംഗ് ഓർ സ്വാലോയിങ് അല്ലെങ്കിൽ പെയിൻഫുൾ എന്നുള്ള അർത്ഥമാവും. അപ്പം ഡിസ് എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് അറിയാമല്ലോ, പെയിൻഫുൾ ഡിഫിക്കൾട്ട് എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട്സ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. Please like my video and subscribe my channel. See you on another video. Till then, bye.